നിന്റെ അതിർത്തിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ ഈ വർഷം 365 ദിവസം ദൈവം നിനക്ക് ഒരു ദോഷവും തട്ടാതെ വേണ്ട ദൈവം നിന്നെ കാത്തു പരിപാലിക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഷാബാന ഹദുനി റബൽകമന ദിരഗശംദന. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു ഭക്തൻ ഇപ്രകാരം ദൈവത്തോട് പറയുന്നു, കർത്താവേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ സൈന്യാധിപന്മാരോ എൻ്റെ നോക്ക് സഹോദരന്മാരോ എൻ്റെ മാതാപിതാക്കളോ ആരെയും നോക്കിയിട്ടല്ല ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാൻ ശരണം വെക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. ആ ദൈവം എന്നോട് കൂടെയുള്ളിടത്തോളം കാലം എനിക്ക് ആശ്രയവും എൻ്റെ ബലവും എൻ്റെ ദൈവമാണെന്ന് ഈ പകൽ ഉറപ്പുള്ള ദൈവജന കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ നിന്നെ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു. ഈ 2023 മുതൽ എന്നെ കാത്തുകൊള്ളുവാൻ അങ്ങ് വിശ്വസ്തനായ ദൈവമാണെന്ന് അത് ഉറപ്പുള്ള ദൈവജന കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അതിന്റെ രണ്ടാമത്തെ വാക്യം ഞാൻ വേഗത്തിൽ ഓടിച്ചു പോകട്ടെ. രണ്ടാമത്തെ വാക്യം പ്രകാരം പറയുന്നു, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറയാ, കർത്താവ് എൻ്റെ കർത്താവാണ്. യഹോവയായ ദൈവം എൻ്റെ കർത്താവാണെന്ന് ഒരു നിമിഷം ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ നിന്റെ വായിൽ നിന്ന് അതൊന്ന് പുറപ്പെട്ട് കഴിയുമ്പോൾ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ കാര്യങ്ങളുടെ കർത്തൃത്വം നടത്തുവാൻ എൻ്റെ ദൈവം ഇതിന്റെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവജനമേ, ആത്മാവിൽ പറയണ പരിശുദ്ധാത്മാവേ, അങ്ങന്റെ കർത്താവാണ്, അങ്ങന്റെ കർത്താവാണെന്ന് പറയുമ്പോൾ നിന്റെ ചെറുതും വലുതുമായ സകല വിഷയത്തിനുമേൽ കർത്തൃത്വം നടത്തുവാൻ തക്കവണ്ണം ഈ ദൈവം നിന്നോട് കൂടെയുണ്ട്. നിനക്ക് കഴിവില്ലാത്ത കാര്യങ്ങൾ, നിനക്ക് ചെയ്യാൻ കഴിവില്ലാത്ത സാഹചര്യങ്ങൾ, നിനക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മണ്ഡലങ്ങൾ, അതിൻ്റെ അകത്ത് കർത്തൃത്വം നടത്തുവാൻ, അതിൻ്റെ അകത്ത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഈ ദൈവം പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിന്റെ കർത്താവാണെങ്കിൽ ഞാൻ നിന്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുത്തുകൊള്ളാം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മാതാപിതാക്കൾ പറയണം, കർത്താവേ, അങ്ങ് അവരുടെ കർത്താവാണ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ കർത്താവ് അങ്ങാണ്. ഞങ്ങളുടെ തലമുറയുടെ കർത്താവ് അങ്ങാണ്. ഞങ്ങളുടെ വിഷയത്തിന്റെ കർത്താവ് അങ്ങാണ്. എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ പകൽ നീ ദൈവം എൻ്റെ കർത്താവായി കഴിഞ്ഞാൽ നിന്റെ ചെറുതും വലുതുമായ എന്ത് വിഷയമായിക്കൊള്ളട്ടെ അതിൻ്റെ അകത്ത് കർത്തൃത്വം നടത്തുവാൻ, അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഈ ദൈവം നിന്നോട് കൂടെ ഇരുന്ന് നിനക്ക് ആലോചന പറഞ്ഞു തന്ന് നിന്റെ വിഷയത്തിൽ അത്ഭുതം ചെയ്യുവാൻ എൻ്റെ ദൈവം മതിയായവനായ ദൈവമാണ്. ഹല്ലേലൂയ. ദാവീദ് രാജസന്നിധിയിൽ ഇരിക്കുമ്പോൾ പോലും ദാവീദിന് ഒത്തിരി കൂട്ടുകാരോ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷേ ഇവരാരെയും താൻ കർത്താവാക്കി വെച്ചില്ല. താൻ കർത്താവാക്കി വെച്ചത് തന്നെ സൃഷ്ടിച്ചവനോ കാട്ടിക്കടന്ന് തന്നെ നോക്ക നാട്ടിൽ കൊണ്ടുവന്ന് രാജസ്ഥാനം കൊടുത്ത് രാജപദവി കൊടുത്ത് ഇരുത്തിയ ആ ദൈവത്തെ കർത്താവാക്കി വെച്ചു. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ നോക്ക് ഒരൊറ്റ വ്യക്തി മാത്രം നിന്റെ കർത്താവായിട്ട് ഇരിക്കാവുള്ളൂ. നിന്നെ സൃഷ്ടിച്ച ദൈവം, നിന്നെ ഉണ്ടാക്കിയ ദൈവം, നിന്നെ വീണ്ടെടുത്ത ദൈവം, അവൻ നിന്റെ കർത്താവാണെങ്കിൽ ആത്മാവിൽ ദൂതിയാൻ വിളിച്ചു പറയാ, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, നീ തളർന്നു പോകേണ്ട കാര്യമില്ല. നിന്നെ ഏത് സമയത്തും വഴി നടത്തുവാൻ ഈ 2023 ആത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവസേന കർത്താവേ, അങ്ങന്റെ കർത്താവാണ്, അങ്ങന്റെ കർത്താവാണെന്ന് പറഞ്ഞാൽ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് നിന്റെ കൂടെ നടക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെങ്കിലും നിന്റെ ജീവിതത്തിൽ കുറവ് വരുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവായ കർത്താവിനോട് പറയാണ്, കർത്താവേ, അങ്ങാണ് എൻ്റെ കർത്താവ്, എൻ്റെ ഉത്തരവാദിത്വം അങ്ങ് തന്നെ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ പകൽ ഞാനൊന്ന് വിളിച്ചു പറയാ, കർത്താവ് എൻ്റെ കർത്താവാണെങ്കിൽ, സ്വർഗസ്ഥനായ ദൈവം എൻ്റെ കർത്താവാണെങ്കിൽ ഇന്ന് പകൽ എനിക്ക് മറ്റുള്ളവർ മുമ്പിൽ കൈ നീട്ടേണ്ട കാര്യമില്ല. എനിക്ക് മറ്റുള്ളവർ മുമ്പിൽ എൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. എൻ്റെ വിഷയം പറയുവാൻ, എൻ്റെ വിഷയം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ടി ചെയ്യുവാൻ ഉത്തരവാദിത്വമുള്ള ഒരു സർവശക്തൻ എന്നോട് കൂടെയുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവജനം പറ, കർത്താവേ, അങ്ങന്റെ കർത്താവാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ആമേൻ. സ്തോത്രം. ദൈവം ഒഴികെ നമുക്കൊരു നന്മയുമില്ല. ഹല്ലേലൂയ.
ദൈവമില്ലാതെ എന്തെങ്കിലും നന്മ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെറും ശൂന്യമാണ് പ്രിയമുള്ളവരെ. ദൈവമാണ് നമ്മുടെ നന്മ. ഒന്നടുത്തിരിക്കുന്നവർ കരങ്ങൾ കൊടുത്തു പറ, യേശുവാണ് എൻ്റെ നന്മ, യേശുവാണ് എൻ്റെ നന്മ. ഇങ്ങനൊരു തീരുമാനം ഈ വർഷം എടുത്തു കഴിഞ്ഞാൽ ആത്മാവിൽ ഞാൻ ദൂത വിളിച്ച് പറയാ, അല്ല നിന്റെ ജീവിതത്തിൽ അല്ല നീ പോലും അറിയാത്ത, നീ പോലും ചിന്തിക്കാത്തത്, നിന്റെ ഭാവനയിൽ പോലും വരാത്തത്, നിന്റെ ചിന്താമണ്ഡലത്തിൽ വരാത്തത്, നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ വരാത്തത്, ആത്മാവിൽ ദൂത വിളിച്ച് പറയട്ടെ, നീ പോലും ചിന്തിക്കാത്തത് ദൈവം നിനക്ക് നന്മയായി വെളിപ്പെട്ട് വരും. കർത്താവേ, അങ്ങന്റെ നന്മയാണ്, അങ്ങൊഴികെ എനിക്കൊരു നന്മയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയിൽ കാണുന്ന സകല നന്മകളും അസ്തമിച്ചു പോകും. പക്ഷേ യഹോവയായ ദൈവം നിന്റെ നന്മയാണെങ്കിൽ, യഹോവയായ ദൈവം നിന്റെ നന്മയാണെങ്കിൽ, അവൻ നിന്റെ നന്മയാണെങ്കിൽ ഈ പകൽ ആത്മാവിൽ പറയട്ടെ, നിന്റെ എല്ലാ വഴികളിലോ, നിന്റെ എല്ലാ സാഹചര്യങ്ങളിലോ, നിന്റെ ഏത് ഞെരുക്കത്തിലോ, നിന്റെ ഏത് ശൂന്യതകളിലോ, നിന്റെ ഏത് രോഗമണ്ഡലത്തിലോ, നിന്റെ ഏത് ഭാരത്തിലോ, അവിടെയെല്ലാം എൻ്റെ ദൈവം നന്മയായി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഈ തിരുവചനത്തിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു. ഒന്ന്, ദൈവം നമ്മുടെ രക്ഷകനാണ്. രണ്ട്, അവൻ എൻ്റെ കർത്താവാണ്. ദൈവമക്കളെ, രക്ഷകന്റെ പ്രത്യേകത വിടുവിക്കാനും രക്ഷിപ്പാനുമുള്ള കഴിവുണ്ട്. പക്ഷേ കർത്താവിൻ്റെ പ്രത്യേകത നമ്മുടെ സകല ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവനാണ്. ഇന്ന് പകൽ നമുക്കൊരു ധൈര്യം വേണം. എൻ്റെ ദൈവം എൻ്റെ കർത്താവാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എൻ്റെ കർത്താവാണ്, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇന്നില്ലെന്നുള്ള ചിന്ത ഈ വർഷം ദൈവജനത്തെ ഭരിക്കട്ടെ. കഴിഞ്ഞ വർഷങ്ങൾ നഷ്ടങ്ങൾ വന്നിരിക്കാം, കഷ്ടങ്ങൾ വന്നിരിക്കാം, രോഗങ്ങൾ വന്നിരിക്കാം, ദുരിതങ്ങൾ വന്നിരിക്കാം. എന്നാൽ അതൊക്കെ നമ്മൾ വിട്ടു പോയി ഈ പുതിയ വർഷത്തിൽ ആത്മാവിൽ പറയണം, അങ്ങൻ്റെ കർത്താവാണെങ്കിൽ അങ്ങൊഴികെ എനിക്കൊരു നന്മയുമില്ല, അങ്ങൊഴികെ എനിക്കൊരു നന്മയുമില്ലാതെ, അങ്ങല്ലാതെ ഒരു നന്മയും എൻ്റെ ജീവിതത്തിൽ ഇല്ല. അങ്ങാണ് എൻ്റെ കർത്താവ്, അങ്ങാണ് എൻ്റെ നന്മ. ഹല്ലേലൂയ. അതിന്റെ 5-ാമത്തെ വാക്യം, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശം. 5-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ. ആമേൻ. ഒരു പങ്കുകാരൻ നമുക്കുണ്ട്. പങ്കെന്ന് പറയുമ്പോൾ ഈ ബോട്ടിൽ പോകുന്നവർക്കൊക്കെ അറിയാം, പങ്ക് നമ്മുടെ കൂടെ ഷെയർ ചെയ്യാൻ ഒരാൾ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നമ്മുടെ പങ്കാണെങ്കിൽ, ദൈവം നമ്മുടെ അവകാശമാണെങ്കിൽ, ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവം നമ്മുടെ കർത്താവാണ്. രണ്ട്, അവൻ നമ്മുടെ അവകാശിയാണ്. നമ്മുടെ കൂടെ നമ്മുടെ നഷ്ടങ്ങളിൽ നമുക്ക് എവിടെ നഷ്ടം വരുന്നോ അവിടെ കർത്താവിന് നഷ്ടമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നിനക്ക് വരുന്ന നഷ്ടം എൻ്റെ കർത്താവിന് നഷ്ടമാണ്. നിനക്ക് വരുന്ന ദുരിതം എൻ്റെ കർത്താവിന് ദുരിതമാണ്. നിനക്ക് വരുന്ന വേദന എൻ്റെ കർത്താവിന് വേദനയാണ്. ഈ പകൽ പറഞ്ഞാട്ടെ, കർത്താവ് എൻ്റെ അവകാശമാണ്. അവൻ എൻ്റെ അവകാശമാണെങ്കിൽ, അവൻ എൻ്റെ പങ്കാണെങ്കിൽ, എൻ്റെ നഷ്ടങ്ങൾ ലാഭമാക്കി തരുവാൻ, എൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കി തരുവാൻ ഈ കർത്താവ് എൻ്റെ പങ്കാണ്. ഹല്ലേലൂയ. എൻ്റെ അവകാശത്തിൻ്റെയോ എൻ്റെ പാനപാത്രത്തിൻ്റെ പങ്ക് യഹോവയാകുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് അവകാശം കൊടുക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, അവർ കനാൻ ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭൂമി അവകാശമായിട്ട് വിഭാഗിച്ചു കൊടുക്കണം. മോശയ്ക്കത് കഴിഞ്ഞില്ല. പക്ഷേ മോശയുടെ കൂടെ നടന്ന യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഭൂമി അവകാശമായിട്ട് കൊടുത്തു. ഓരോ ഭൂമി ഓരോ ഗോത്രത്തിനും അവകാശമായി കൊടുക്കുമ്പോൾ ദൈവം ഇപ്രകാരം യോശുവയോട് പറഞ്ഞു, യോശുവേ, നീ ഒരു കാര്യം ചെയ്യണം. നോക്കി, എല്ലാവർക്കും അവകാശം കൊടുക്കണം, പക്ഷേ ലേവ്യർക്ക് നീ അവകാശം കൊടുക്കരുത്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഞാനാണ് അവർ അവകാശം, അവരുടെ ഓഹരി ഞാനാണ്. ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ വിളിച്ച് പറയാം, ഹല്ലേലൂയ. ദൈവം നിന്റെ ഓഹരിയാണെങ്കിൽ, ദൈവം നിന്റെ അവകാശമാണെങ്കിൽ, നീ ഒന്നും കണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല, നീ ഒന്നും കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. മറ്റുള്ളവർക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്, മറ്റുള്ളവർക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഭാരപ്പെടേണ്ട. നിന്റെ അവകാശം, നിന്റെ ഓഹരി എൻ്റെ ദൈവമാണെങ്കിൽ, 2023 ആരംഭം മുതൽ അവസാനം വരെ നിനക്ക് വേണ്ടത് നൽകി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്.
ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. ഭൂമി വിഭാഗിച്ചു, ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു, പക്ഷേ ലേവ്യർക്ക് മാത്രം കിട്ടിയില്ല. പക്ഷേ ദൈവം അവസാനം ഒരു കാര്യം പറഞ്ഞു, അവർക്ക് ഇവരുടെ എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടി. ഹല്ലേലൂയ. ദൈവം നിന്റെ അവകാശമാണെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന പോലെയല്ല, മറ്റുള്ളവരെ നടത്തുന്ന പോലെയല്ല, മറ്റുള്ളവർ ചലിക്കുന്ന പോലെയല്ല. ദൈവജനമേ, ഈ പകൽ പറ, കർത്താവ് എൻ്റെ അവകാശമാണെങ്കിൽ എൻ്റെ ചാർച്ചക്കാരെ പോലെയല്ല, എൻ്റെ സ്വന്തക്കാരെ പോലെയല്ല, എൻ്റെ കൂട്ടക്കാരെ പോലെയല്ല, എൻ്റെ അയൽവാസികളെ പോലെയല്ല. ഈ പകൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ ഓഹരിയാണെങ്കിൽ, എൻ്റെ അവകാശമാണെങ്കിൽ, അവൻ എനിക്ക് അല്ലൊരു ഇരട്ടി അവകാശം. പരിശുദ്ധാത്മ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാ, 2023 ചിലർ ജീവിതത്തിൽ അല്ല ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങൾ, ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങൾ, ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പോകുകയാണ്. അല്ല നിങ്ങൾ പോലും ചിന്തിക്കാത്തത്, നിങ്ങൾ പോലും വിചാരിക്കാത്തത്, ഓ ഇതെങ്ങനെ സംഭവിച്ചതെന്ന് അല്ല നിങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ പരിശുദ്ധം പറയുന്നു, ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം എൻ്റെ അവകാശമാണെങ്കിൽ, ദൈവം എൻ്റെ പങ്കാണെങ്കിൽ, ദൈവം എൻ്റെ ഓഹരിയാണെങ്കിൽ, അല്ല നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ അല്ല നീ നടക്കുന്നത്, മറ്റുള്ളവരെ പോലെ അല്ല നീ ചലിക്കുന്നത്. നിന്റെ ജീവിതം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായി മാറും. ഹല്ലേലൂയ. ഇന്ന് പകൽ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറ, കർത്താവേ അങ്ങന്റെ അവകാശമാണ്, അങ്ങന്റെ അവകാശമാണ്. എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, എന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ, എന്നെ വിടക്കം നണ്ണിവരുടെ മുമ്പിൽ അങ്ങന്റെ അവകാശം വെളിപ്പെടുത്തണമെന്ന് ഈ പകലൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. അങ്ങനെ പറയുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, അല്ല നിന്റെ സകല നന്മയുടെ മേലും ദൈവത്തിന്റെ മഹത്വം ചലിക്കും. യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ, ചലിക്കട്ടെ, ആത്മാവ് ചലിക്കട്ടെ, കുടുംബങ്ങളിൽ ചലിക്കട്ടെ, പരിശുദ്ധാത്മ ചലിക്കട്ടെ. ഈ പകൽ തടസ്സമായി നിൽക്കുന്ന സകല ദുഷ്ടന്റെ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ദൈവജനത്തിന്മേൽ ആത്മാവിന്റെ കരം ചലിക്കട്ടെ. ഹല്ലേലൂയ. യോസഫ് സഹോദരന്മാർക്കെല്ലാം ധാന്യം കൊടുത്തു, പക്ഷേ യോസഫിൻ്റെ സ്വന്തം സഹോദരനായിരിക്കുന്ന ബെന്യാമീന് ഇരട്ടി നന്മ കൊടുത്തു. കാരണം എന്താ? അവൻ്റെ സ്വന്തമാണ്. ദൈവം നിന്റെ സ്വന്തമാണെങ്കിൽ മറ്റുള്ളവരെ പോലെ അല്ല നീ, മറ്റുള്ളവരെ പോലെ അല്ല നീ. ദൈവം നിന്റെ സ്വന്തമാണെങ്കിൽ അല്ല ദൈവജനമേ നീ കാണാൻ വേണ്ടി പോകുക. ആത്മാവിൽ ഞാൻ പറയുന്നു, അല്ല ചിലർ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പോകുക, കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പോകുക, കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പോകുക. ഈ 2023 നിങ്ങൾ നടക്കുന്ന വഴികൾ അത്ഭുതമായിരിക്കും, നിങ്ങൾ നടക്കുന്ന വഴികൾ അത്ഭുതമായിരിക്കും, നിങ്ങൾ ചവിട്ടുന്ന കാൽ അത്ഭുതമായിരിക്കും, നിങ്ങൾ ചലിക്കുന്ന വാക്കുകൾ അത്ഭുതമായിരിക്കും, നിങ്ങൾ പറയുന്ന വാക്കുകൾ അത്ഭുതമായിരിക്കും. 2 വാക്യം കൂടെ മാത്രം വായിച്ച് ഞാൻ വേഗത്തിൽ ദിവസം ഇരിക്കാം. 7-ാമത്തെ വാക്യം. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും മതി. അവ 7-ാം വാക്യത്തിൽ പറഞ്ഞു, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. നമുക്ക് ബുദ്ധി ഉപദേശിച്ചിരുന്ന ആരാ? യഹോവ. ഹല്ലേലൂയ. മറ്റുള്ളവർ മുമ്പിൽ പോകരുത്. ദൈവത്തോട് പറ, കർത്താവേ എനിക്ക് ദൈവം ബുദ്ധി ഉപദേശിച്ചു തരണം. ഈ വർഷം കുഞ്ഞുങ്ങൾ പറയണം, കർത്താവേ എൻ്റെ കൂട്ടുകാരെക്കാൾ ശ്രേഷ്ഠമായി എനിക്ക് പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരണം. ഇവിടുത്തെ ഏറ്റവും വലിയ ട്യൂഷൻ ക്ലാസ്സിൽ പോയി പഠിച്ചുകൊണ്ട് നിന്റെ ബുദ്ധി വികസിക്കത്തില്ല. ഈ പകൽ ഞാൻ പറയട്ടെ, അല്ലോ നീ ദൈവസന്നിധിയിൽ ഇരുന്ന് ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നിന്റെ ബുദ്ധിയെ വികസിപ്പിക്കുവാനായിട്ട് ഇടയായി തരും. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന ദൈവത്തെ ഞാൻ വാഴ്ത്തും. നമ്മുടെ ബുദ്ധിമണ്ഡലം തുറക്കണമെങ്കിൽ നിന്റെ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാൽ, ഹലോ നിന്റെ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാൽ നിന്റെ ബുദ്ധിമണ്ഡലം മാറും. നീ ചരിത്രമായി മാറും, ചരിത്രമായി മാറും, ചരിത്രമായി മാറും. നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ നീ ചരിത്രമായി മാറും. ആത്മാവിനോട് പറയുന്നു, ചില കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പോകുകയാണ്. അല്ല 2023 കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് വരെ കാണാത്ത പ്രവൃത്തി ദൈവം ചെയ്യുമെന്ന് ആത്മാവ് ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയുന്നു. എൻ്റെ 8-ാമത്തെ വാക്യം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. ദൈവത്തിൻ്റെ ദാസനായിരിക്കും ദാവീദ് ദൈവത്തെ എവിടെ വെച്ചു? മുമ്പിൽ വെച്ചു.
ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. മുമ്പിൽ വെച്ച ദൈവം എങ്ങനെ വലതുഭാഗത്ത് വന്നു? ഹല്ലേലൂയ. നീ ദൈവത്തെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നിന്റെ സകല ഭാഗത്തും എൻ്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ മുന്നിലാണോ നിർത്തുന്നത്? അല്ല, ദൈവത്തെ പുറകെ കൊണ്ട് നിർത്തിയാൽ ദൈവത്തിന് ഇഷ്ടമല്ല. പ്രിയമുള്ളവരെ, ദൈവത്തെ മുമ്പിൽ വെച്ചാൽ, ദൈവത്തെ മുമ്പിൽ കൊണ്ടുവച്ചാൽ അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ദൈവത്തെ കൊണ്ട് മുമ്പിൽ വെക്ക്. മുമ്പിൽ ദൈവം ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ സകല ഭാഗത്ത് എൻ്റെ ദൈവമുള്ളത് കൊണ്ട് നീ കുലുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല. 2023 ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ച് പറയുന്നു, 2023 ദൈവജനം കുലുങ്ങാതിരിക്കണമെങ്കിൽ ദൈവത്തെ മുമ്പിൽ വെക്ക്. ദൈവത്തെ മുമ്പിൽ വെക്ക്. പ്രതികൂലങ്ങൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, പക്ഷേ ദൈവമാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ അവൻ നിന്റെ ജീവിതത്തിൽ കുലുക്കമുണ്ടാകാതെ നിന്റെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിപ്പാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. അവൻ നിന്റെ മുമ്പിൽ ഉള്ളിടത്തോളം കാലം നിന്റെ വഴി അടയത്തില്ല. 11ാമത്തെ വാക്യം കൂടെ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. അവിടെ പറയുന്നു, ദൈവത്തെ മുമ്പിൽ വെക്കുന്നവന് ദൈവം ചെയ്യുന്ന കാര്യം ജീവന്റെ വഴി ദൈവം ഉപദേശിച്ചു കൊടുക്കും. ദാവീദിന്റെ ജീവിതത്തിൽ തന്നെ ഉപദേശിച്ച അഹിത്തോഫേൽ എന്ന് പറയുന്ന വ്യക്തി തനിക്ക് പ്രതികൂലമായി മാറി. അന്ന് വരെ തനിക്ക് ആലോചന പറഞ്ഞു കൊടുത്ത, താൻ ആശ്രയിച്ചിരുന്ന ഉപദേശകനായിരിക്കുന്ന അഹിത്തോഫേൽ തനിക്ക് അലനോക്ക് ഉപദ്രവകാരിയായിട്ട് മാറി. പക്ഷേ ദാവീദിൻ്റെ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഇത്രയും നേരം മനുഷ്യൻ്റെ ആലോചന ചോദിച്ചു, ഇനി ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വെക്കുന്നു. യഹോവയെ മുമ്പിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. പക്ഷേ അടുത്തൊരു വാക്യം, ജീവൻ്റെ വഴി അവൻ എനിക്ക് ഉപദേശിച്ചു തരും. നിന്റെ മരണത്തിൻ്റെ വഴിയല്ല ദൈവം നിനക്ക് വേണ്ടി കാണിക്കുന്നത്, നിന്നെ ജീവിക്കുവാനുള്ള വഴി. ജീവിക്കുവാനുള്ള വഴി, ജീവനും പുനരുദ്ധാനമായിരിക്കുന്ന സർവശക്തനായ കർത്താവ് നിനക്ക് ജീവന്റെ വഴി കാണിച്ചു തരും. അടുത്തത്, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയോ, നിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. ദൈവത്തെ നീ മുമ്പിൽ വെച്ച് കഴിയുമ്പോൾ ദൈവം നിന്റെ വലതു ഭാഗത്ത് നിനക്ക് തുണയായിരുന്ന് നിന്റെ മുമ്പിൽ വഴി വെളിപ്പെടുത്തി നിനക്ക് സന്തോഷവും പ്രമോദവും തന്ന് നിന്നെ നടത്തുവാൻ ഈ പരിശുദ്ധാത്മാവ് ശക്തമാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ഈ പകൽ ദൈവജനമേ, ആത്മാവിൽ ഒരു സത്യം തിരിച്ചറിയണം. കർത്താവേ, അങ്ങൻ്റെ കർത്താവാണ്, അങ്ങല്ലാതെ ഒരു നന്മയും എൻ്റെ ജീവിതത്തിലില്ല. ഒന്ന് പറഞ്ഞാട്ടെ, അങ്ങൻ്റെ കർത്താവാണ്, അങ്ങല്ലാതെ ഒരു നന്മയും എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. 2023 ആരംഭം മുതൽ അവസാനം വരെ ആത്മാവിൽ ദൂത് ഞാൻ വിളിച്ചു പറയാം, ഈ വർഷം മഹത്വം ചലിക്കുന്ന വർഷമാണ്. മഹത്വം ചലിക്കുന്ന വർഷമാണ്. കുടുംബങ്ങളിൽ മഹത്വം ചലിക്കുന്ന വർഷമാണ്. കുടുംബങ്ങളിൽ മഹത്വം ചലിക്കുന്ന വർഷമാണ്. തലമുറകളിൽ മഹത്വം ചലിക്കുന്ന വർഷമാണ്. കഴിഞ്ഞ നാളുകളിൽ എവിടെ ഒതുങ്ങിപ്പോയോ അതിൻ്റെ മണ്ഡലത്തിൽ ഈ 2023 ചവിട്ടിക്കേറാനുള്ള പുതിയ ബലത്തോടെ ചവിട്ടിക്കേറാനുള്ള പുത്തൻ ഉണർവായി പരിശുദ്ധാത്മാവ് ദൈവജനത്തെ നിറയ്ക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സകലം നന്മ കൊണ്ടും അനുഗ്രഹം കൊണ്ടും സ്വർഗം നിറയ്ക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷക്തനെയും ഈ പുതുവർഷത്തിൽ സഭയായി നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിക്കാം. ശക്തമേറിയ ദൈവിക ശുശ്രൂഷകളാൽ കർത്താവ് ഇനിയും മാനിക്കട്ടെ. തുടർന്ന് നമുക്ക് എല്ലാ വർഷവും ഉള്ളതുപോലെ സാക്ഷ്യം പറയുവാനോ അല്ലെങ്കിൽ എല്ലാ ശുശ്രൂഷകന്മാരെയും എൽഡേഴ്സിനെയും ലീഡേഴ്സിനെയും എല്ലാവരെയും വിളിച്ച് സാക്ഷ്യം പറയുവാനുള്ള, ആശംസ അറിയിക്കുവാനുള്ള സമയം ഈ തവണ നമുക്കില്ല. അതുകൊണ്ട് ചില ദൈവദാസന്മാരെ മാത്രം നാം ഇപ്പോൾ ആശംസയ്ക്കായി ക്ഷണിക്കുകയാണ്. എറണാകുളത്ത് നിന്നും പാസ്റ്റർ ഷാജി, അതുപോലെ തന്നെ പാസ്റ്റർ ഷൈജു, ശേഷം നമ്മുടെ കർത്താവിൻ്റെ അഭിഷേക്തൻ പാസ്റ്റർ റോബിൻസ്, ഈ 3 ദൈവദാസന്മാരും കടന്നു വന്ന് ചില സമയങ്ങൾ ആശംസകളായി സഭയോട് അറിയിക്കും. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ഷാജി, പാസ്റ്റർ ഷൈജു, പാസ്റ്റർ റോബിൻസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2023 പ്രാരംഭ നിമിഷങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും
ദൈവത്തിൻ്റെ അത്യന്തമായിരിക്കുന്ന സാന്നിധ്യം ഈ ഒന്നാമത്തെ ദിവസം തന്നെ അനുഭവിപ്പാൻ കഴിഞ്ഞത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയിരിക്കുന്ന വിധങ്ങളെ ഓർത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം കഴിഞ്ഞ ദിനങ്ങളിലും ഇന്ന് പകൽക്കാലം കേട്ടതുപോലെ ഈ വർഷം ആമേൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ ദിനങ്ങളായി തീരുവാൻ ദൈവമായ കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ലോഡ്സൺ ആന്റണി ഇവിടെ ആമേൻ ആമേൻ മേലെ ഉയരെ ഉയരെ എന്നുള്ളതായ ഗാനം പാടിയ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നതായ ഒരു ചിന്ത എന്ന് പറയുന്നത് ആമേൻ ഈ വർഷങ്ങൾ ആമേൻ സ്തോത്രം ആമേൻ പറക്കുന്നതായ ദിനങ്ങളായി നാം തീരണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം ചിന്തിച്ചപ്പോൾ ആമേൻ കഴുകനെ കുറിച്ച് ഹല്ലേലൂയ ഞാനൊരു ചെറിയ ഒരു ആമേൻ സ്തോത്രം ഭാഗം ഞാനിങ്ങനെ വായിപ്പാനിടയായി. ഈ കഴുകൻ മേലോട്ട് ആമേനാണ് പറക്കുന്നത് എന്ന് ദേവദാസൻ പാട്ടിലൂടെ നമ്മോട് പറഞ്ഞു. ആമേൻ സ്തോത്രം കഴുകനെ ആമേൻ പലപ്പോഴും ആക്രമിക്കുന്നതായിരിക്കുന്ന ഒരു പക്ഷിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അതിൻ്റെ പേര് ഡ്രോഗൺ എന്നാണ്. വളരെ ചെറിയതായ ഒരു പക്ഷിയാണ്. എന്നാൽ ആമേൻ ആ പക്ഷിയാണ് പലപ്പോഴും അവൻ വളരെ ശക്തവനെന്ന് ആമേൻ നിരൂപിക്കുന്നതായ നാമൊക്കെയും പഠിച്ചിരിക്കുന്ന കഴുകനെ ആമേൻ പലപ്പോഴും ഉപദ്രവിക്കുന്നത് ഈ ചെറിയ ഒരു പക്ഷിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ പക്ഷി ആമേൻ ഈ കഴുകൻ്റെ പുറത്തിരുന്ന് അതിനെ വളരെയധികമായിട്ട് ശക്തമായിട്ട് ഉപദ്രവിക്കുമ്പോൾ ഈ ശക്തി ഉള്ളതായിരിക്കുന്ന ഈ കഴുകൻ ഒരിക്കലും ആമേൻ അതിനോട് പ്രതികരിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അത് തന്നെ ഉപദ്രവിക്കുന്നത് കൊണ്ട് തിരിച്ച് ആമേൻ അതിനെ ഉപദ്രവിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? ആമേൻ സ്തോത്രം കഴുകൻ എന്ത് ചെയ്യും? ഒന്നും പ്രതികരിക്കാതെ ആമേൻ സ്തോത്രം ആമേൻ തിരിച്ച് ഒന്നും അതിനോട് ഉപദ്രവിക്കാതെ കഴുകൻ മേലോട്ട് തന്നെ പറക്കാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. മേലോട്ട് പറന്ന് 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 കഴുകൻ്റെതായിരിക്കുന്ന ഒരു തലത്തിലേക്ക് ചെല്ലുമ്പോൾ ആമേൻ സ്തോത്രം അവൻ്റെ പുറത്തിരിക്കുന്നതായിരിക്കുന്ന ആമേൻ ആമേൻ സ്തോത്രം ആ ചെറിയതായിരിക്കുന്ന ഒരു പക്ഷിക്ക് ആമേൻ കഴുകനെ ഉപദ്രവിക്കാൻ കഴിയാത്ത വിധത്തിലേക്കുള്ളതായിരിക്കുന്ന ഒരു തലത്തിലേക്ക് ആ പക്ഷിയെ കൊണ്ടുപോകുവാനിടയായി തീരും. ഈ 2023 നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും തിരിച്ച് ഒരു വാക്ക് പോലും പറയാതെ ആമേൻ നമ്മുടെ ആത്മീയമായ തലത്തിലേക്ക് ആ പ്രശ്നങ്ങളുമായി ഒന്ന് ഉയർന്ന് സഞ്ചരിക്കുന്നവരായി തീരുവാൻ ഹല്ലേലൂയ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നിനോടും പ്രതികരിക്കാതെ ഈ വർഷം നാം ചെയ്യേണ്ട ഒന്നിനോടും നാം പ്രതികരിക്കേണ്ട. എന്ത് പ്രശ്നങ്ങൾ വന്നോട്ടെ, എന്ത് പ്രതിസന്ധികൾ വന്നോട്ടെ, അതിനോടൊന്നും പ്രതികരിക്കാതെ ആ പ്രതികൂലവുമായിട്ട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം നമ്മുടെ ആത്മീയമായ തലത്തിലേക്കൊന്ന് ഉയരുമ്പോൾ യാതൊരു വിധമായിരിക്കുന്ന പ്രശ്നങ്ങൾക്കോ ഒരു പ്രതികൂലങ്ങൾക്കോ നമ്മെ തകർക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന ഒരാത്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കുന്ന ഒരു വർഷമായി തീരുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എറണാകുളം ആമേൻ ഡെലിവറി ചർച്ചിനോടുള്ളതായ ബന്ധത്തിൽ ആമേൻ സ്തോത്രം വളരെ അനുഗ്രഹമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ പുതിയ ആൾക്കാരൊക്കെ ഈ ആമേൻ സ്തോത്രം കടന്നു വരുന്നുണ്ട്. എന്നാൽ ആമേൻ സ്തോത്രം നല്ലൊരു ആരാധന ഇടം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. 2023 അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരണം. അനേക ആത്മാക്കൾ അവിടെ കടന്നു വരുവാനിടയായി തീരണം. ദൈവത്തെ സ്വതന്ത്രമായിട്ട് ആരാധിക്കാനുള്ളതായിരിക്കുന്ന ഒരു ആരാധന ഇടം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം എറണാകുളം ഡെലിവറി ചർച്ചിന്റെ പേരിൽ എല്ലാവർക്കും ഹല്ലേലൂയ പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ട് ദൈവത്തിലിരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആമേൻ. 2023 നാം പ്രവേശിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ആരാധനയോടെ ഹല്ലേലൂയ നമുക്കെല്ലാവർക്കും ആമേൻ ഈ വിശേഷപ്പെട്ട വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ രാത്രിയിൽ ആമേൻ എറണാകുളം ചർച്ചിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ
കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ എനിക്കും ഇടയായി തീർന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം മാത്രം ആമേൻ ആശംസകളായിട്ട് അറിയിച്ച് ആമേൻ തിരുവചനത്തിൽ നിന്ന് വായിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ച വേദഭാഗത്തിൻ്റെ ഒരു ആമേൻ അവിടെ സംസാരിക്കാത്ത ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ്. ആമേൻ എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരുവാനിടയായി തീർന്നത് ദൈവം ഒരു പ്രത്യേക ധൈര്യം നമ്മുടെ ഉള്ളത്തിൽ പകർന്നതുകൊണ്ട് മാത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തിരുവചനം പറയുന്നു ഈ ധൈര്യത്തിന് പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ആമേൻ. ലോകത്തിൽ പാർക്കുന്ന മനുഷ്യർക്ക് ആമേൻ ധൈര്യമുള്ളവരുമുണ്ട്, ധൈര്യമില്ലാത്തവരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാ ധൈര്യത്തിനും ആമേൻ പ്രതിഫലം ലഭിക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തിരുവചനം പറയുന്നു ആമേൻ ദൈവത്തെ നീ ഭയപ്പെട്ടുകൊണ്ട്, ലോകത്തെ നീ ഭയക്കാതെ ആമേൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വന്നതുകൊണ്ട് ഒരു പ്രതിഫലം നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 2 വഴികളാണ്. ആമേൻ. സ്തോത്രം. നിത്യത്തിലേക്കുള്ള വഴിയും നാശത്തിലേക്കുള്ള വഴിയും. ആമേൻ. അപ്പോൾ നാശത്തിലേക്കുള്ള വഴി ആമേൻ അതിൻ്റെ ദൂരം ആമേൻ അകന്നകന്നു പോകുമ്പോൾ ആമേൻ നിത്യതയിലേക്കുള്ള വഴി അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു വർഷം കൂടി നാം ആമേൻ കടന്നുപോയപ്പോൾ നാം എന്ത് ചെയ്ത് ദൈവത്തോട് അടുത്തു, നിത്യതയോട് അടുപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. തിരുവചനത്തിൽ ഇങ്ങനെ ആമേൻ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാഗം കൂടിയുണ്ട്. 10-ാം അധ്യായത്തിൽ ആമേൻ 28-29 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. മരണശിക്ഷയുണ്ട്. അല്ലെ? പഴയ നിയമത്തിൽ ഇവിടെ പറയുന്നു വചനങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എന്തുണ്ട്? മരണശിക്ഷ. ആമേൻ. നാം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, പഴയ നിയമത്തിൽ എന്തായിരുന്നു അല്ലേ? ആമേൻ. പാപം ചെയ്താൽ പിന്മാറിയാൽ എന്താ? മരണശിക്ഷ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ പറയൂ, എത്ര കരുണയുള്ള കർത്താവാ, എത്ര കൃപയുള്ള കർത്താവാ എന്നാ നോക്കണമേ. പഴയ നിയമ ഭക്തന്മാരെക്കാൾ എത്രമാത്രം നാം ദൈവസന്നിധിയിൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. വചനം പറയുന്നു, അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവപുത്രനെ ചവിട്ടിക്കളകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. പ്രിയ മക്കളെ, പഴയ നിയമ വിശുദ്ധന്മാരെക്കാൾ എത്രമാത്രം നാം ദൈവത്തെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു അല്ലേ? ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ടാണ് എബ്രായ ലേഖനക്കാരൻ പറയുന്നത് ആമേൻ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രിയ ദൈവമക്കളെ, ഈ 2023 എത്രമാത്രം നമുക്ക് ദൈവത്തോട് അടുത്തുവാൻ കഴിയുമോ അത്രമാത്രം നമുക്ക് അടുത്തു വരാം. എത്രമാത്രം പ്രാർത്ഥിപ്പാൻ കഴിയുമോ അത്രമാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. എത്രമാത്രം ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ കഴിയുമോ അത്രമാത്രം ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഈ 23 നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ആരെയും ശ്രദ്ധിക്കേണ്ട, ആമേൻ, നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആമേൻ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ സർവ്വ കൃപാലുവായ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നമുക്ക് ദൈവത്തിൻ്റെ ആലയത്തെ പണിയാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽ ഈ 2023 പ്രാരംഭ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞൊരു വർഷം ദൈവം നമ്മെ പരിപാലിച്ച് സൂക്ഷിച്ചു. കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇവിടെ ഇരുന്നപ്പോൾ കർത്താവ് എനിക്ക് ദൈവത്തിൻ്റെ ഒരു ദൂത് ഇപ്രകാരമാണ്: 42-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 42-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. മതി. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വചനമാണ്: എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ 2023 നമുക്ക് ഒരു ദാഹം, ഒരു വാഞ്ച, കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ ഒരു വാഞ്ച നമുക്ക് വേണം. ഹല്ലേലൂയ.
ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ മൂന്നാണ് തോന്നുന്നു, വായിച്ചിട്ടുണ്ട്. 5-ന്റെ 3-ാം വാക്യം വായിച്ചിട്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാവിലൊരു വാഞ്ച വേണം. ഇത് പോരാ കർത്താവേ, എനിക്ക് ഇതിലും അധികമായിട്ട് എൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, ഇതിലും അധികമായിട്ട് എൻ്റെ കർത്താവിനോട് ഒന്നുകൂടി അടുക്കണം, ഇതിലും അധികമായിട്ട് എനിക്ക് കർത്താവിനൊന്ന് പ്രസാദിപ്പിക്കണമെന്ന് ഈ 2023 നമുക്ക് അതിയായൊരു വാഞ്ച വേണം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു വാക്യം കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം ഒന്ന് എടുത്താട്ടെ. അവിടെ ആമേൻ സഭകൾക്ക് ദൂതെഴുതുമ്പോൾ, ലവോദിക്യ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ അതിൻ്റെ 3:17 ഒന്ന് വായിച്ചട്ടെ. റെവലേഷൻ 3:17. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചു. നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ വായിച്ചു. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും. മതി, എത്ര മതി. ഇവിടെ ഞാൻ ധനവാൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ആമേൻ ഈ അവസ്ഥയിൽ പോയാൽ മതി, ഇങ്ങനെ ഒരു നിലവാരത്തിൽ ഈ ഒരു ആത്മീയ തലത്തിൽ പോയാൽ മതി എന്നുള്ളൊരു ചിന്തയില നമുക്ക് വേണ്ടത്. നമുക്കൊരു ആത്മാവിലൊരു ദാരിദ്ര്യം, കൂടുതലായി എൻ്റെ കർത്താവിനോട് അടുക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ. മറ്റൊന്നിനാലും നാം തൃപ്തരാകരുത്. മറ്റെന്തുകൊണ്ട് ഈ ഭൗതികമായ എന്തെല്ലാം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നാലും, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഈ 2023 കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നാലും, അതുകൊണ്ട് നാം തൃപ്തരാകരുത്. ആത്മീയമായൊരു മുന്നേറ്റം, ആത്മീയമായൊരു നിറവ്, കൂടുതലായി കർത്താവിന് വേണ്ടി അധികമായി ശോഭിക്കുവാൻ, അധികമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ 2023 കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 58-ാം വാക്യം വായിച്ചട്ടെ. 1 കൊരിന്ത്യർ 15:58. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. ഹല്ലേലൂയ. ആകയാൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരാകണം. നമ്മൾ ഒന്നിനാലും കുലുങ്ങി പോകരുത്. എന്തെങ്കിലും പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, ഇതെന്നോടുള്ള ദൂതാണ്, നമ്മളോട് എല്ലാവരോടുള്ള ദൂതാണ്. നമ്മൾ കുലുങ്ങി പോകരുത്, നാം തളർന്നു പോകരുത്. നമ്മുടെ പ്രയത്നം ഈ ലോകത്തിൽ നാം എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം വ്യർത്ഥമായി തീരും. എന്നാൽ കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം, കർത്താവിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് അതൊരിക്കലും വ്യർത്ഥമല്ല. അതിന് പ്രതിഫലം തരുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന്റെ വചനം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, പ്രതിഫലം എൻ്റെ പക്കലുണ്ട്, കൂലി എൻ്റെ പക്കലുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, 2023 കർത്താവിൻ്റെ പക്കൽ നിങ്ങൾക്കുള്ള പ്രതിഫലമുണ്ട്. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും, യേശുവിന് വേണ്ടി ചെയ്യുന്ന, നമുക്ക് വേണ്ടി ചങ്കില ചോര തന്ന് നമ്മെ വീണ്ടെടുത്ത യേശു കർത്താവിന് വേണ്ടി നാം പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തിക്കും പ്രതിഫലം തരുന്നൊരു കർത്താവുണ്ട്. നിങ്ങളുടെ പ്രയത്നം ഒരിക്കലും വ്യർത്ഥമല്ല പ്രിയമുള്ളവരെ. ഈ ലോകത്തിന് വേണ്ടി നാം എന്ത് ചെയ്താലും അതെല്ലാം വ്യർത്ഥമായി തീരുമ്പോൾ കർത്താവിന് വേണ്ടി നാം ചെയ്യുന്നത് ഒരിക്കലും നിഷ്ഫലമാകുകയില്ല. ഈ 2023 അനുഗ്രഹത്തിൻ്റെ ദൈവസാന്നിധ്യം അധികമധികമായി കർത്താവ് നമ്മുടെ മേൽ പകരുന്ന ഒരു വർഷമാക്കി തീരട്ടെന്ന് ആശംസിച്ചുകൊണ്ട് സഭയിലെ എല്ലാ ദൈവമക്കളെ, കർത്താവിൻ്റെ ദാസനെയും ദൈവദാസന്മാരെയും എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ വാക്കിന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദേശം ഇരിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.